ഏലക്ക വില കുതിച്ചുയരുമ്പോഴും കർഷകർ നിരാശയിൽ. മികച്ച വിലയാണ് ഈ വർഷം ഏലക്കായ്ക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ കടുത്ത വേനൽ മൂലവും ഫംഗസ് ബാധ മൂലവും 40% ഏലം കൃഷി നശിച്ചിരുന്നു. ഇതാണ് ഏലക്കയ്ക്ക് വില വർദ്ധിക്കാൻ കാരണമായത്. ലേലകേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും സാധാരണ കർഷകന് അതിന്റെ പ്രയോജനം ലഭിക്കാത്തതാണ് കർഷകരുടെ നിരാശയുടെ അടിസ്ഥാനം. ഏലക്ക വില കുതിച്ചുയരുമ്പോഴും കർഷകർ നിരാശയിൽ. മികച്ച വിലയാണ് ഈ വർഷം ഏലക്കായ്ക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ കടുത്ത വേനൽ മൂലവും ഫംഗസ് ബാധ മൂലവും 40% ഏലം കൃഷി നശിച്ചിരുന്നു. ഇതാണ് ഏലക്കായ്ക്ക് വില വർദ്ധിക്കാൻ കാരണമായത്. ഏലക്കായുടെ ഉത്പാദനക്കുറവും വർദ്ധിച്ച ഡിമാൻഡുമാണ് വില വർധനവിന്റെ മറ്റൊരു കാരണം. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ഏലക്ക ലേലത്തിൽ ഈ സീസണിലെ കൂടിയ വിലയാണ് രേഖപ്പെടുത്തിയത്. RNSS സ്പൈസസിൽ നടന്ന ലേലത്തിൽ 6024 രൂപയായിരുന്നു ഉയർന്ന വില. ശരാശരി വില 2675 രൂപയും രേഖപ്പെടുത്തി. ഇന്നലെ ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനിയിൽ നടന്ന ലേലത്തിൽ കൂടിയ വില 3385 രൂപയും ശരാശരി വില 2702 കഴിഞ്ഞ വെള്ളിയാഴ്ച സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനിയിൽ നടന്ന ലേലത്തിൽ കൂടിയ വില 3271 ശരാശരി വില 2725. അന്നു തന്നെ കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവറിൽ നടന്ന ലേലത്തിൽ 3272 രൂപ കൂടിയ വിലയും 2600 ശരാശരി വിലയും രേഖപ്പെടുത്തി. എന്നാൽ ചെറുകിട കർഷകർ കൂടുതലായും വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഏലക്ക വിൽക്കുന്നത്. ലേലകേന്ദ്രത്തിലെ ശരാശരി വിലയേക്കാൾ 200-300 രൂപ കുറച്ചാണ് വ്യാപാരികൾ കർഷകരിൽ നിന്നും ഏലക്ക വാങ്ങുന്നത്. വ്യാപാരികൾ യഥാസമയം പണം നൽകുന്നില്ലെന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്. ഏലം വില വർദ്ധിച്ചതോടെ മരുന്നുകളുടെയും കീടനാശിനികളുടെയും കാർഷിക അനുബന്ധ ഉപകരണങ്ങളുടെയും വിലയിൽ വൻ വർധന ഉണ്ടായിട്ടുണ്ട്. ഉത്പാദനക്കുറവും ഈ വർഷത്തെ കടുത്ത വേനലും കർഷകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഏലം വില വർദ്ധിച്ചെങ്കിലും ഇതിന്റെ പ്രയോജനം സാധാരണ കർഷകർക്ക് ലഭിക്കുന്നില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.